ചലച്ചിത്ര ലോകത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുരേഷ് ഗോപിയോടുള്ള ഗാഢ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞ് നടി ഉർവശി. സുരേഷ് ഗോപിയുടെ ഡൽഹിയിലുള്ള ഔദ്യോഗിക വസതി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന സുരേഷ് ഗോപിക്കൊപ്പമുള്ള സിനിമാ ഓർമ്മകൾ ഉർവശി പങ്കുവച്ചത്. സുരേഷ് ഗോപി തന്നെ പൊടിയും എന്നും താൻ തടിച്ച് ബാബുവണ്ണനും വിളിക്കുമെന്ന് ഉർവശി പറഞ്ഞു. ഇരുവരും തമ്മിൽ അത്രയധികം അടുപ്പമുള്ള ഒരു ബന്ധമാണെന്ന് അവർ വ്യക്തമാക്കി. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വീകരിക്കാനായി ഡൽഹിയിലെത്തിയതായിരുന്നു ഉർവശി. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഡൽഹിയിൽ എത്തിയാൽ വീട്ടിൽ താമസിച്ച് ആഹാരം കഴിക്കണമെന്ന് സുരേഷ് ഗോപിക്ക് നിർബന്ധമുണ്ടെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കെ ഉർവശി പറഞ്ഞു. അദ്ദേഹം ആദ്യമായി നായകനായി അഭിനയിച്ചത് എനിക്കൊപ്പമാണ്. കുറേ സിനിമ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ കാണുമായിരിക്കുമെന്ന്. അവര് മുന്നിൽ കൂടിയായിരിക്കും നടക്കേണ്ടതെന്നൊക്കെ. ആര് വന്നാലും ഇവിടെ വന്ന് സ്നേഹത്തോടെ ഒരു പിടി ആഹാരം കഴിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പുരസ്കാരം സ്വീകരിക്കാനായി എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഡൽഹിയിലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഉർവശി കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹി എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ അനുഭവങ്ങളും ഉർവശി ഓർത്തെടുത്തു. 5 ഭാഷകളായി അന്ന് മലയാളം ചിത്രം റിലീസ് ചെയ്തിരുന്നു. മലയാളത്തിൽ മമ്മൂട്ടി, തെലുങ്കിൽ കൃഷ്ണൻ രാജു, കന്നഡയിൽ അംബരീഷ് തുടങ്ങിയ നായകന്മാർ വ്യത്യസ്ത ഭാഷകളിൽ അഭിനയിച്ചപ്പോൾ താനും സുരേഷ് ഗോപിയും എല്ലാ ഭാഷയിലും അഭിനയിച്ചിരുന്നു. അല്പം തെലുങ്ക് അറിയുന്ന താൻ സുരേഷ് ഗോപിക്ക് തെലുങ്ക് ഡയലോഗുകൾ പഠിപ്പിച്ചു കൊടുത്തുവെന്ന് ഉർവശി ഓർക്കുന്നു. ഒരു കേന്ദ്ര സർക്കാർ പദവിയിലിരിക്കുമ്പോഴും സുരേഷ് ഗോപി സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് ഉർവശി പറഞ്ഞു. വീട്ടിൽ വെച്ച് കഴിച്ചു മസാല ദോശയും ഡോക്സയും ഇഡലിയും സാമ്പാർ വട, പോഹ, ഉപ്പുമാവ് തുടങ്ങിയ വിഭവങ്ങളെക്കുറിച്ച് തമാശ രൂപേണ അവർ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സഹോദരങ്ങളും വലിയൊരു മാതൃകയാണെന്ന് ഉർവശി വ്യക്തമാക്കി.